welcome back. We are again back with our video series How to Speak English Fluently Part 4. So far we have done 3 videos: Basics of English and Parts of Speech, Sentence Structure and Types of Sentences, and How to Make Effective Sentences. ഈ വീഡിയോസ് കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കയറി കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വേർഡ്സ് കഴിഞ്ഞു, സെൻറ്റൻസസ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് ഫ്രേസസ് ആണ്. ടു ഗെറ്റ് ഡീപ്പ് ഇൻ ടു ദ ലാംഗ്വേജ് യു ഹാവ് ടു നോ വാട്ട് ഫ്രേസസ് ആർ. ഫ്രേസസ് എന്താണ്, ടൈപ്സ് ഓഫ് ഫ്രേസസ് ഏതൊക്കെയാണ്, ഇതെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. First of all, let's know what a phrase is. A phrase is a group of words that conveys a partial meaning. And this is what that makes the difference between sentences and phrases. നമുക്കറിയാം സെൻറ്റൻസസും ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്, പക്ഷെ അതൊരു കംപ്ലീറ്റ് മീനിങ് കൺവേ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫ്രേസസ് അങ്ങനെയല്ല. അത് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണെങ്കിൽ പോലും ഒരു പാർഷ്യൽ മീനിങ് മാത്രമാണ് കൺവേ ചെയ്യുന്നുള്ളൂ. Look at the examples. Why he was reading, when it rained, although he was ill, looking at the stars. ഇവിടെയൊക്കെ എന്താണ്, ഒരു പാർഷ്യൽ മീനിങ് ആണ് കൺവേ ചെയ്യുന്നത്. അവൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, മഴ പെയ്തപ്പോൾ, അവന് വയ്യായിരുന്നെങ്കിൽ പോലും സ്റ്റാർസിൽ നോക്കിക്കൊണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാം പാർഷ്യൽ ആയിട്ടുള്ള മീനിങ് ആണ്. There is something to be completed. Now let's look in detail. Features of phrases. As we already discussed, no complete meaning is there for a phrase, and we cannot use finite verbs but only verbal elements in a phrase. And also, no subject or predicate will be there in a phrase. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഡോണ്ട് വറി, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇതൊക്കെ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദി ഡീറ്റെയിൽസ് വി ഹാവ് ടു നോ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഫ്രേസസ്. There are noun phrases, adjectival phrases, and adverb phrases. Now, do you know what a noun phrase is? It is simple. It is a phrase that functions as a noun. Noun എന്താന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കുക. Then you will get an idea about it. Now, look at this sentence. He reads the letters written on the book. Here, on the book is a phrase. It is incomplete and is also made up of a group of words. There is no subject, no predicate, no verb. So obviously it is a phrase. And see, on the book എന്ന് പറയുമ്പോൾ അത് അവരുടെ noun ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. So we can obviously call it a noun phrase. The next type of phrase is adjectival phrase. And what's that? So simple. Adjective ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഫ്രേസസിന് നമ്മൾ എന്ത് പറയുന്നു? Adjectival phrases. Now what is an adjective? ഒരു ഡിസ്ക്രൈബിംഗ് വേർഡ് ആണ്. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനാണ് നമ്മൾ സാധാരണ adjectives എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക. എ മാൻ ഡ്രസ്ഡ് ലൈക്ക് എ പ്രീസ്റ്റ് അറ്റൻഡഡ് ദി പാർട്ടി. ഈ ഒരു സെന്റൻസിൽ ഡ്രസ്ഡ് ലൈക്ക് എ പ്രീസ്റ്റ് എന്ന് പറയുന്നതാണ് adjectival phrase. And how it becomes an adjectival phrase? Man എന്ന് പറയുന്ന നൗണിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ ഫ്രേസ്. How is the man? The man is dressed like a priest. And we know that dressed like a priest എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് സെന്റൻസ് അല്ല, ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ്. അതുകൊണ്ട് തന്നെ അതൊരു ഫ്രേസ് ആണ്. And as it describes a noun, it is an adjectival phrase. And the last one is adverb phrase. എന്താണ്? adverb ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഫ്രേസസിന് നമ്മൾ adverb phrase എന്ന് പറയും. And what's an adverb? നമ്മുടെ ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സിനാണ് നമ്മൾ adverb എന്ന് പറയുന്നത്. And look at the example here. While climbing, he fell down. ഇവിടെ എന്താണ് ആക്ഷൻ? fell down is the action here. കയറുമ്പോൾ, it is incomplete. While climbing എന്ന് പറയുമ്പോൾ there is something to be completed. We know that. And look, fell down എന്ന് പറയുന്ന വേർബിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ് while climbing. അവൻ വീണു. എപ്പോഴാണ് വീണത്? അവൻ കയറുന്ന ടൈമിൽ. എപ്പോ, എവിടെ, എങ്ങനെ, എത്രത്തോളം, ഈ ഒരു രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ തരുന്ന ഫ്രേസസ് ഉണ്ടെങ്കിൽ അത് adverb phrases ആണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഒരു ഫ്രേസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഒന്നും ഇല്ലാന്ന്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. Look at this example. Mary's lamb is so cute. Here the sentence is about Mary's lamb. മേരിയുടെ ആട്ടിൻകുട്ടിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു സെന്റൻസിൽ പറയുന്നത്. സോ അതാണ് നമ്മുടെ സബ്ജക്റ്റ്. ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് ഈസ് പ്രെഡിക്കേറ്റ്. സോ ഒരു സെന്റൻസിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് റെഫർ ചെയ്യുന്നത്, അതാണ് ആ സെന്റൻസിന്റെ സബ്ജക്റ്റ്. ദി റെസ്റ്റ് ഓഫ് ദി സെന്റൻസ് ഈസ് ഇറ്റ്സ് പ്രെഡിക്കേറ്റ്. Now we have to look on to another kind of phrase, that is absolute phrase. നമ്മൾ പറഞ്ഞിരുന്നു ഫ്രേസിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇല്ല. But there is an exception. Absolute phrases there is a subject and a partial predicate.
Look, for example, the weather being fine, we went out for tripping. Here, the phrase is the weather being fine. The weather being fine എന്ന് പറയുമ്പോൾ അത് incomplete ആണ്, so we know that it is a phrase and there is a subject actually. The weather, the phrase is about the weather, so it is the subject. And the rest of the phrase is its predicate. Look, being fine. Fine ആയതുകൊണ്ട് എന്ന് പറയുമ്പോൾ it is never complete. So അതിനെ നമുക്കൊരു complete predicate ആയിട്ട് പറയാൻ പറ്റില്ല, so it is considered to be a partial predicate. അങ്ങനെ ഒരു സബ്ജക്റ്റും പാർഷ്യൽ പ്രെഡിക്കേറ്റും ഉള്ള ഫ്രേസസിനാണ് നമ്മൾ അബ്സല്യൂട്ട് ഫ്രേസ് എന്ന് പറയുന്നത്. And now we have to look into the details of the types of verbs that can be used in a phrase. Phrasesൽ ഫൈനൈറ്റ് വേർബ്സ്, അതായത് ബേസിക് ഫോംസ് ഓഫ് വേർബ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്തൊക്കെ കൈൻഡ്സിലുള്ള വേർബ്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. In phrases we can use verbal elements and infinitives. So what are verbal elements? Present participle and past participle are considered to be verbal elements. ഈ പാർട്ടിസിപ്പിൾസ് ഒന്നും കേട്ടിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവണ്ട, വലിയ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് ഇറ്റ്സ് സിമ്പിൾ. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് വേർബിൻ്റെ ING ഫോമിലാണ്. സിംഗിങ്, ഡാൻസിങ്, ഈറ്റിംഗ്, റൈറ്റിംഗ്, വാക്കിംഗ്, വർക്കിംഗ്, ഇതൊക്കെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾസ് ആണ്. വേർബിൻ്റെ തേർഡ് ഫോമിനാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സിംഗ്, സാങ്, സങ്, റൈറ്റ്, റോട്ട്, റിട്ടൺ, ഇതിലൊക്കെ തേർഡ് വരുന്നത് റിട്ടൺ, ഈറ്റൺ, സങ്, എക്സെട്ര. ഇതൊക്കെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. നമ്മൾ എളുപ്പത്തിന് വേണ്ടി ED ഫോം എന്നും പറയാറുണ്ട്. Now what are infinitives? It is too simple. To plus verb. അതായത് ഏതെങ്കിലും ഒരു വേർബിൻ്റെ ബേസിക് ഫോമിൻ്റെ കൂടെ നമ്മൾ ടു ആഡ് ചെയ്യുമ്പോൾ അത് ഇൻഫിനിറ്റീവായി. ഫോർ എക്സാമ്പിൾ, ടു വർക്ക്, ടു സ്ലീപ്പ്, ടു ഡാൻസ്, ടു വാക്ക്, ടു റൈഡ്, എക്സെട്ര. ശ്രദ്ധിക്കുക, നമുക്ക് ഇൻഫിനിറ്റീവ്സ് ആയിട്ട് വേർബിൻ്റെ ബേസിക് ഫോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ING ഫോമിൻ്റെ കൂടെയോ ED ഫോമിൻ്റെ കൂടെയോ S ആഡ് ചെയ്തിട്ടോ ഒന്നും നമുക്ക് വേർബ് ഇൻഫിനിറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്രയും നേരം we have gone through different forms of verbs that can be used in phrases. പക്ഷെ ഒരു ഫോം ഓഫ് വേർബും യൂസ് ചെയ്യാത്ത phrases ഉണ്ട്, that are called verbless phrases. So what are verbless phrases? A phrase without any form of verb is called a verbless phrase. For example, though ill he went to school. Here, though ill is the verbless phrase. അസുഖമായിരുന്നെങ്കിലും അവൻ സ്കൂളിൽ പോയി. അസുഖമായിരുന്നെങ്കിലും എന്ന് പറയുമ്പോൾ it is incomplete and it is a phrase. ദോ ഇൽ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഒരു കൈൻഡ് ഓഫ് വേർബ്സും യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്കതിനെ വേർബ്ലെസ് ഫ്രേസ് എന്ന് വിളിക്കാൻ പറ്റും. ബട്ട് ഇഫ് ദ ഫ്രേസ് വാസ് ലൈക്ക് ദിസ്, ദോ ഹീ വാസ് ഇൽ, ദോ ഹീ വാസ് ഇൽ എന്നായിരുന്നു ഈ ഫ്രേസ് എങ്കിൽ അതിനെ വേർബ്ലെസ് ഫ്രേസ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം നമ്മളവിടെ ഹീ വാസ് എന്ന് പറയുമ്പോൾ വാസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമുക്കത് സാധാരണ ഫ്രേസാണ്, വേർബ്ലെസ് ഫ്രേസ് ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് ഹിയർ ദോ ഇൽ എന്ന് പറയുന്നത് വേർബ്ലെസ് ഫ്രേസ് ആണ്. ആൻഡ് ഫൈനലി I shall give you certain tips by which you can find phrases simply. These are some words that usually begin a phrase. സാധാരണ ഒരു ഫ്രേസ് ബിഗിൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു ING ഫോം ഓഫ് എ വേർബ് ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ED ഫോം ഓഫ് എ വേർബ് ഉപയോഗിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകൾ while, when, where, with, rather, though, although, if, after, etc. ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ സ്റ്റാർട്ടിങ് ഓഫ് ദറ്റ് സെൻറ്റൻസ് ഇസ് എ ഫ്രേസ്. ആൻഡ് ഓൾസോ ഒരു സെൻറ്റൻസിൻ്റെ മിഡിൽ പോർഷനിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ആ വാക്ക് തൊട്ട് ബാക്കി ഭാഗം എന്തായിരിക്കും, ഫ്രേസ് ആവാനായിട്ടാണ് സാധ്യത. എക്സെപ്ഷൻസ് ഉണ്ട്, എപ്പോഴും അങ്ങനെ ആകണം എന്നില്ല, എന്നാലും മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെയാണ് ഉണ്ടാവാറ്. Now look at the given examples. Thinking about his mother, he wrote a poem. Thinking about his mother ആണ് ഇവിടുത്തെ ഫ്രേസ്. തിങ്കിങ് എന്ന് പറയുന്ന ING ഫോം ഓഫ് ദി വേർബ് തിങ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. Scribbled on the books, ഇവിടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. He saw the girl while walking through the park. while walking through the park ആണ് ഇവിടെ ഫ്രേസ്. അത് മിഡിൽ ഓഫ് ദി സെൻറ്റൻസിൽ while ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. After seeing the cat, the dog chased it. After seeing the cat എന്ന് പറയുന്ന ഫ്രേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ആഫ്റ്റർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫ്രേസസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറിച്ച് വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി മെൻഷൻ ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.